നാട്ടിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുകയാണ്. ഫഹദ് കാറുമായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ വേഗം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഓൻ തന്നെ ലഗേജ് ഒക്കെ എടുത്ത് കാറിലേക്ക് വെച്ച് അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവാട്ടോ. എയർപോർട്ടിലേക്ക് ഞങ്ങളെ റൂമിൽ നിന്ന് ഒരു 15 മിനിറ്റ് പോവാനേ ഉള്ളൂ. അങ്ങനെ എയർപോർട്ടിലെത്തി ഓനോട് യാത്ര പറഞ്ഞ് ഞാൻ ഉള്ളിലേക്ക് കയറി. യുദ്ധത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് എയർപോർട്ടിൽ വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ ലഗേജ് കൊടുത്ത് ബോർഡിംഗ് പാസ് കിട്ടി. ഖത്തർ എയർവേസിന്റെ ഫ്ലൈറ്റിൽ ബാംഗ്ലൂരിലേക്കാട്ടോ പോകുന്നത്. അങ്ങനെ അവിടെ കുറച്ച് സമയം ഇരുന്നപ്പം ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള സമയമായി. അങ്ങനെ എല്ലാവരും വരിക്കി നിന്ന് ഫ്ലൈറ്റിലേക്ക് കയറി തുടങ്ങിട്ടോ. അങ്ങനെ ഞാനും ഉള്ളിലേക്ക് കയറി എന്റെ സീറ്റ് പോയിരുന്നു. വിൻഡോ സീറ്റ് ആട്ടോ എനിക്ക് കിട്ടിയത്. ഇനി 4 മണിക്കൂർ നീണ്ട യാത്ര. കുറച്ച് സമയം കഴിഞ്ഞപ്പം അടിപൊളി ഫുഡൊക്കെ കിട്ടി. ഈ ഫ്ലൈറ്റിൽ നെറ്റ് കിട്ടുന്നത് കൊണ്ട് സമയം പോക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നിറങ്ങിട്ടോ. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ലഗേജും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഇനി എന്താപ്പം ചെയ്യേണ്ടിയെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. കാരണം പൊൽച്ചക്ക് 3 മണിയായിട്ടേ ഉള്ളൂ. രാവിലെ 9 മണിയാണ് കോഴിക്കോട്ടേക്കുള്ള ഫ്ലൈറ്റ് കിട്ടാൻ. എയർപോർട്ടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് ഹോട്ടലുകൾ ഉണ്ട്. നല്ല സെറ്റ് ദോശ കിട്ടുന്ന ഹോട്ടലിൽ കയറി ദോശയും തിന്ന് ചായയും കുടിച്ച് ഇനിയും 6 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. അങ്ങനെ എയർപോർട്ടിന്റെ പുറത്ത് തന്നെ കിടക്കാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പോയി കിടന്ന് കോഴിക്കോട്ടേക്കുള്ള ഫ്ലൈറ്റിന്റെ സമയം വീണ്ടും എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് തന്നെ കയറി നല്ലോണം ആസ്വദിച്ച് നടന്ന് കാണാൻ പറ്റിയ ഒരു എയർപോർട്ട് ആട്ടോ ബാംഗ്ലൂർ ഉള്ളത്. അങ്ങനെ വീണ്ടും ലഗേജ് കൊടുത്ത് ബോർഡിംഗ് പാസും കിട്ടി ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് പോയിരുന്നു. അങ്ങനെ സമയം ഫ്ലൈറ്റ് കയറി 1 മണിക്കൂർ കൊണ്ട് കോഴിക്കോട് വന്നിറങ്ങി. അങ്ങനെ ലഗേജ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. എന്റെ അനിയനാട്ടോ കൂട്ടാൻ വന്നത്. അങ്ങനെ ലഗേജ് ഒക്കെ കാറിലേക്ക് വെച്ച് ഞങ്ങൾ രണ്ടാളും നേരെ വീട്ടിലെത്തി. എല്ലാരെയും കണ്ടപ്പോൾ മനസ്സിന് കിട്ടിയൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യട്ടോ. വീഡിയോ കാണുമ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.